ഇന്നത്തെ റെസിപ്പി നല്ല ചൂടുള്ള ഈ ഒരു സമയത്ത് നോമ്പൊക്കെയാണല്ലോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വിശപ്പും ദാഹവും ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കിടിലൻ ഡ്രിങ്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ അളവിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ എടുക്കുകയും ചെയ്യാം. ഇനിയൊരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടത് മിക്സാക്കി എടുക്കാം. എന്നിട്ട് പാലിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഒരുപാട് കുറുകി പോകണ്ട, ഈ ഒരു കോൺഫ്ലോർ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് കോൺഫ്ലോർ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ കോൺഫ്ലോർ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുന്ന സമയത്ത് കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം മധുരം വേണം. തണുപ്പിച്ചിട്ടാണ് കഴിക്കുന്നത് എങ്കിൽ അത്യാവശ്യം മധുരം തന്നെ വേണം, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് കോൺഫ്ലോറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കസ്റ്റാർഡ് പോലെ ഒരുപാട് കട്ടിയായിട്ട് കുറുകിയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വലിച്ചു കുടിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ തന്നെയാണ് ഉള്ളത്. ഒന്ന് ചൂടാറിയിട്ട് വരുമ്പോൾ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കുറുകിയിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ആപ്പിളും കുറച്ച് ഉറുമാമ്പഴവും അതേപോലെ തന്നെ പച്ചമുന്തിരിയും കറുത്ത മുന്തിരിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് ഒരു 5 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലുള്ള കിടിലൻ ഡ്രിങ്കാണ്. ഈ ഒരു ചൂടുള്ള സമയത്ത് കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഡ്രിങ്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് കസ്റ്റാർഡ് കഴിക്കുന്ന രീതിയിൽ കുറച്ച് കട്ടിയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കസ്റ്റാർഡിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.